നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രിക്ക് ജയിലിൽ ദേഹാസ്വാസ്ഥ്യം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT പരിശോധന. ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാക്കും. കേസിൽ മുഖ്യപ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും നീക്കം. അന്വേഷണം ശരിയായ ദിശയിലെന്നും SITക്ക് മേൽ സമ്മർദ്ദമില്ലെന്നും മന്ത്രി P രാജീവ്. കൊള്ളയിൽ ഉൾപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമരയുടെ പേര് നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഡാലിയ എന്ന പേര് മാറ്റി വേദി 15-ന് താമരയെന്ന് നൽകി. ആർക്കും വഴങ്ങിയിട്ടല്ല മാറ്റമെന്ന് V ശിവൻകുട്ടി. BJP പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ അമിത്ഷാ ഇന്ന് കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും. മാരാർജി ഭവനിലെ കോർ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന നേതൃയോഗത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ പങ്കെടുക്കും. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. പശ്ചിമബംഗാളിൽ ED മമത പോര് മുറുകുന്നു. മമതയുടെ പരാതിയിൽ ബംഗാൾ പോലീസ് EDക്കെതിരെ കേസെടുത്തു. നിർണായക രേഖകൾ കവർന്നതായി IPAC. ED റെയ്ഡിനെതിരെ പ്രതിഷേധം ശക്തമാക്കി തൃണമൂൽ കോൺഗ്രസ്. കരൂർ ദുരന്തത്തിലെ അന്വേഷണം ഊർജിതമാക്കി CBI. വിജയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്ത അന്വേഷണ സംഘം. വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിലെത്തിച്ചു. പിടിച്ചെടുത്തത് വിജയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ UP വാരിയേഴ്സ് ഗുജറാത്ത് ജെയിൻസിനെയും രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. മത്സരം നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. രാജീവ് വരെ ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർക്കും. ചൊവ്വാഴ്ച കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കും. ED തിങ്കളാഴ്ച പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നത് ദേവസ്വം മാനുവലിൽ വ്യക്തമാണ്. ചട്ടപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കേണ്ട കർത്തവ്യം അധികൃതരെ പോലെ തന്നെ തന്ത്രിക്കുമുണ്ട്. അതിൽ കുറ്റകരമായ അനാസ്ഥ വരുത്തിയെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. EDയും മുഖ്യപ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. പോറ്റി ശബരിമലയിലെത്തിയത് തന്ത്രി വഴിയാണ്. ഇതുവഴി ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ് SIT തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ എന്നിവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് നീക്കം. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് EDയുടെ നീക്കം. SIT പ്രതിയാക്കിയ എല്ലാവരെയും EDയും പ്രതി ചേർക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം നടത്തുന്നത്. 2019 സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നതെങ്കിലും 2025 വരെയുള്ള എല്ലാ സംഭവങ്ങളും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അറസ്റ്റിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ ദേഹാസ്വാസ്ഥ്യം. ജയിലിൽ തനിക്ക് തലകറക്കമുണ്ടെന്ന് ജയിൽ അധികൃതരെ തന്ത്രി അറിയിക്കുകയായിരുന്നു. നിലവിൽ ECG അടക്കമുള്ള പരിശോധനകൾക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേവിക ചന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ദേവിക, കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവര് റിമാൻഡിലായത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ നില എങ്ങനെയാണ്? സ്റ്റേബിൾ ആയിട്ടുണ്ടോ? പരിശോധനകൾ തുടരുകയാണ്. നമുക്കറിയാം, തന്ത്രി കണ്ഠരര് രാജീവരെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഇവിടെ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. ഇദ്ദേഹത്തിന് പ്രഷറിനും ഷുഗറിനും ഒക്കെ ഇദ്ദേഹം മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ജയിൽ അധികൃതരെ തനിക്ക് തന്റെ ശാരീരിക നില ശരിയല്ല, ചെറിയ അസ്വസ്ഥതകളുണ്ട്, തനിക്ക് ഡോക്ടറെ കാണണമെന്ന ആവശ്യം ഇത്തരത്തിൽ തന്ത്രി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുറച്ചുനേരം വിശ്രമിക്കാനും അതിനുശേഷം അവിടുത്തെ അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തലകറക്കമുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ നിലവിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. ECG അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം നിലവിൽ ഒബ്സർവേഷനിലാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം അല്പം മുൻപ് ഇവിടെ എത്തിയപ്പോൾ
അവശനാണെങ്കിലും നടന്നു തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. തീരെ ക്ഷീണിതനല്ല എന്ന കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആദ്യം മുതൽക്ക് തന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലേക്കാണ് ഈ അന്വേഷണം നീളുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിന് അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ഈ ശബരിമലയിലേക്ക് കടക്കാനുള്ളൊരു പാലമായി ഈ തന്ത്രി കണ്ഠരര് രാജീവര് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് SIT കണ്ടെത്തിയത്. ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്നും കടത്താനും ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് മറ പിടിക്കാനും ഈ തന്ത്രി കണ്ഠരര് രാജീവര് ശ്രമിച്ചതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് SITയുടെ തീരുമാനം. എന്തായാലും അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന ഇവിടെ പുരോഗമിക്കുകയാണ്. അഖില. ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് മന്ത്രി P. രാജീവ്. SITക്ക് മേൽ ഒരു സമ്മർദ്ദവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളെ കൊടുത്ത് വിചാരണയെ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിൽ പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ. തന്ത്രി വേണ്ടപ്പെട്ട ആളും നാട്ടുകാരനുമാണ്. അന്വേഷണം നടക്കട്ടെ എന്നും ഈ ഘട്ടത്തിൽ മറ്റഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അന്വേഷിക്കുന്ന ഏജൻസി ആരാണ് കുറ്റവാളി എന്നുള്ളത് കണ്ടെത്തി നിയമ നടപടിക്ക് മുൻകൈ എടുക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാവില്ല. അത് നടക്കട്ടെ. അന്വേഷണം വന്നതിന് ശേഷം കോടതിയിലേക്കായിട്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി കഴിയുമ്പോഴാണല്ലോ എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ സമയത്ത് പ്രതികരിക്കാതിരിക്കും നല്ലത്. ഇപ്പൊ അന്വേഷണം നടക്കട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും പങ്കുണ്ട് എന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, CPM എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന് ആരും അതീതരല്ല. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയമുണ്ടെന്ന് BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി. തന്ത്രി കണ്ഠരര് രാജീവരന്റെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു പ്രതികരണം. ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ. ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട്. അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത്? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കടകംപള്ളി തന്നെ പറയുന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം. ദേവസ്വം ബെഞ്ചുള്ള ഒരു ഹൈക്കോടതിയാണ് കേരളത്തിൻ്റെത്. അപ്പോൾ ആ ദേവസ്വം ബെഞ്ചിന്റെ ചുമതലക്കാരുണ്ട്, ഹൈക്കോടതിയുടെ പ്രതിനിധി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഉത്തരവാദികളല്ലേ സ്വാഭാവികമായും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ ആരാണെങ്കിലും അവർ എത്ര ഉന്നതരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അമ്പലം രഹസ്യമായി വിഴുങ്ങുന്നവരാണ് അമ്പലത്തിന്റെ സംരക്ഷണത്തിനായി ഉണ്ടായിരുന്നതെന്ന് ബോധ്യമായി എന്നും മന്ത്രി പ്രതികരിച്ചു. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമരയുടെ പേര് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഡാലിയ എന്ന പേര് മാറ്റി വേദി 15-ന് താമര എന്ന് നൽകി. ആർക്കും വഴങ്ങിയിട്ടല്ല മാറ്റം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരീഷ്, നേരത്തെ വലിയ പ്രതിഷേധം, കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ ശക്തമായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ആർക്കും വഴങ്ങിയിട്ടല്ല പേര് മാറ്റിയത് എന്ന് മന്ത്രി പറയുമ്പോഴും ദേശീയ പുഷ്പത്തെ ഒരു വേദിക്ക് പേര് നൽകാൻ ഇപ്പോൾ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു കാരണവശാലും ഈ ഒരു താമര എന്ന പേര് ഈ ഒരു വേദിക്ക് നൽകില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പ്രതികരണം. മാത്രമല്ല, ഈ ഒരു പേര് താമര എന്നുള്ള പേരെടുത്ത് മാറ്റിയത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഒരു പാർട്ടി ചിഹ്നമാണ്, അതുകൊണ്ട് തന്നെയാണ് അത് മാറ്റിയത് എന്നുള്ളൊരു വാദമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കണ്ടത്. യുവമോർച്ച അടക്കം
താമരപ്പൂവ് വേണ്ടി മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുന്നു. മന്ത്രിക്ക് താമരപ്പൂവ് പ്രതിഷേധാത്മകമായി സമർപ്പിക്കുമെന്ന് പറയുന്നു. അത് തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ ദേശീയ പുസ്തകത്തിന്റെ പേരടക്കം ഈ ഒരു കലോത്സവത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ളൊരു വാദം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് പ്രധാനമായും യുവമോർച്ച അടക്കമുള്ള BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചത്. ഇതിന് ശേഷം ഇത് വലിയൊരു വിവാദത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു മറുപടി, അതായത് ചെറിയ കുട്ടികൾ, കുഞ്ഞു മക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇല്ല. വേദി 15-ന് താമര എന്ന് തന്നെ പേര് നൽകി. ഇതിന് ഡാലിയ എന്നായിരുന്നു പേര്. ആ പേര് മാറ്റി താമര എന്ന് തന്നെ നൽകും. ഇതാർക്കും വഴങ്ങിയിട്ടല്ല, മാധ്യമങ്ങൾ വിവാദം തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും താമര എന്ന പേര് ഇത്തവണ കലോത്സവത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം തന്നിരിക്കുന്നു. ആ പേര് മാറ്റുന്നില്ല. ഡാലിയ എന്ന പേര് മാറ്റി താമര എന്ന് തന്നെ പുനഃസ്ഥാപിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ ശബരിമല വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഈ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ ആരാണെങ്കിലും അവർ എത്ര ഉന്നതരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. അമ്പലം രഹസ്യമായി വിഴുങ്ങുന്നവരാണ് അമ്പലത്തിൽ സംരക്ഷണത്തിനായി ഉണ്ടായിരുന്നത് എന്ന ബോധ്യമായി എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് എത്ര ഉന്നതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരും. അതിൽ യാതൊരു രാഷ്ട്രീയ കൈകടത്തലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നതരാണെന്നുള്ള പരിഗണനയോ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്. മാത്രമല്ല ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള വലിയ സ്വർണ്ണക്കള്ളം നടത്തിയത് അമ്പലം വിഴുങ്ങുകളാണെന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ശരി, ഹരീഷ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട NDAയുടെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും. നാളെ രാവിലെ 10:30 അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തും. തുടർന്ന് 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമാകും. 4 മണിക്ക് ചേരുന്ന NDA നേതൃയോഗത്തിലും 5 മണിക്ക് നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്ത് മാർഗനിർദ്ദേശം നൽകും. നാളെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മയക്കുമരുന്നിനെതിരെ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ. മാർച്ച് 31 മുതൽ അടുത്ത 3 വർഷത്തേക്ക് ക്യാമ്പയിൻ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർക്കും വിൽക്കുന്നവർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരായ അന്വേഷണങ്ങൾ താഴെത്തട്ടു മുതൽ മുകളിലേക്കും തിരിച്ചും നടത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ വീണ്ടും കേന്ദ്ര ഏജൻസികളുമായി കൊമ്പുകോർത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മമത പരാതി നൽകി. പരാതിയിൽ ബംഗാൾ പോലീസ് EDക്കെതിരെ കേസെടുത്തു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ IT വിഭാഗം മേധാവിയും രാഷ്ട്രീയ ഉപദേശക ഏജൻസിയായ ഐപാക്കിന്റെ തലവനുമായ പ്രദീപ് ജെയിന്റെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡിനെത്തിയപ്പോൾ നടന്നത് നാടകീയ സംഭവങ്ങളാണ്. മമത നേരിട്ടെത്തി ഫയലുകളും ഫോണുമായി മടങ്ങി. റെയ്ഡ് തടസ്സപ്പെടുത്തിയതിനെതിരെ EDയും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പ്രതിഷേധം ശക്തമാക്കുകയാണ് മമതയും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി പട്ടികയും ായിരുന്നു ED റെയ്ഡ് എന്നാണ് മമതയുടെ ആരോപണം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തു. പനയൂരിലെ TVK ആസ്ഥാനത്ത് നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിലെത്തിച്ചു. ജനുവരി 12-ന് ഡൽഹിയിൽ ഹാജരാകാൻ വിജയ്ക്ക് നേരത്തെ CBI നോട്ടീസ് നൽകിയിരുന്നു. 2025 സെപ്റ്റംബർ 27-നായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച കരൂർ ദുരന്തം. തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രിയും അഭിഭാഷകനുമായ ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് വൈകിട്ട് പരിഗണിക്കും. 3 അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിഗണിക്കുന്നത്. ആന്റണി രാജുവിന് നോട്ടീസ് നൽകും. മുൻ മന്ത്രിയുടെ നടപടി ഗുരുതരമെന്നാണ് ബാർ കൗൺസിൽ വിലയിരുത്തൽ. തൊണ്ടിമുതൽ കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതോടെ MLA സ്ഥാനം നഷ്ടമായ ആന്റണി രാജുവിന്റെ അഭിഭാഷക പട്ടവും നഷ്ടമായേക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരെ ലോക് ഭവനിലേക്ക് ക്ഷണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ന് വൈകുന്നേരം ലോക് ഭവനിൽ കൂടിക്കാഴ്ചയും ചായ സൽക്കാരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാർക്കും ക്ഷണമുണ്ട്. എല്ലാ അംഗങ്ങളും പങ്കെടുക്കും. ഇതാദ്യമായാണ് കൗൺസിലർമാർക്ക് ഗവർണറുടെ സൽക്കാരം. കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ ക്ഷണം.
BJPയിൽ ചേരുന്നതായി ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തും. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മത്സരരംഗത്തുണ്ടാവില്ല എന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ക്രൂ 11 ദൗത്യസംഘത്തിന്റെ മടക്കത്തിന്റെ സമയം തീരുമാനിച്ചു. ജനുവരി 15-ന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 4-അംഗ സംഘവുമായി ഭൂമി ലക്ഷ്യമാക്കി പുറപ്പെടും. ചരിത്രത്തിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇങ്ങനെയൊരു അടിയന്തര തിരിച്ചുകൊണ്ടുവരൽ വേണ്ടിവരുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30-ന് ഡ്രാഗൺ പേടകം ഭൂമിയിലിറങ്ങും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നാസ സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ക്രൂ 11 ദൗത്യം നേരത്തെ നിർത്താനും 4-അംഗ ബഹിരാകാശ സഞ്ചാരികളെ നേരത്തെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും തീരുമാനിച്ചത്. എന്നാൽ ആർക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളതെന്ന് നാസ വെളിപ്പെടുത്തിയിട്ടില്ല. മിഷൻ കമാൻഡർ നാസയുടെ സെന കാഡ്മാൻ, മിഷൻ പൈലറ്റ് നാസയുടെ മൈക്ക് ഫിൻകെ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ജാക്സയുടെ കിമിയാത് യുവി, റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസിന്റെ ഒലേഗ് പ്ലാറ്റോണോവ് എന്നിവരാണ് ക്രൂ 11 സംഘത്തിലുള്ളത്. ജനുവരി 8-ന് സെന കാഡ്മാനും മൈക്ക് ഫിൻകെയും ചേർന്ന് ഒരു ബഹിരാകാശ നടത്തത്തിന് പദ്ധതിയിട്ടിരുന്നു. നിലയത്തിന്റെ പവർ സിസ്റ്റത്തിലെ അറ്റകുറ്റപ്പണിയായിരുന്നു ലക്ഷ്യം. സാധാരണയായി 6 മാസത്തിലധികം നീളുന്നതാണ് നാസയുടെ ബഹിരാകാശ നിലയത്തിലെ ദൗത്യം. അടുത്ത സംഘമെത്തി ചുമതലകൾ കൈമാറിയതിനു ശേഷം മാത്രമേ നിലവിലുള്ള സംഘത്തിന് തിരികെ മടങ്ങാനാകൂ. ക്രൂ 12 ദൗത്യത്തിന്റെ വിക്ഷേപണം നിലവിൽ ഫെബ്രുവരിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരെത്തും മുൻപേ ക്രൂ 11 മടങ്ങുമ്പോൾ റഷ്യയുടെ സൊയൂസ് MS-28 ദൗത്യത്തിലൂടെ നവംബറിൽ നിലയത്തിലെത്തിയ 3-അംഗ സംഘത്തിനാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം. 2 റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളും ഒരു നാസ പ്രതിനിധിയുമാണ് ഈ സംഘത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആലപ്പുഴയിൽ പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചതോടെ പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ തുടരുകയാണ്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 2862 പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിലാണ് കള്ളിങ് നടന്നത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഇതുവരെ 2850 പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. തെക്ക് പഞ്ചായത്തിൽ 12 പക്ഷികളെയും കൊന്നൊടുക്കി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദ്രുതപ്രതികരണ സേനയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും കള്ളിങ്ങിനും നേതൃത്വം നൽകിയത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ കർശന നിരീക്ഷണവും നിയന്ത്രണങ്ങളും തുടരുകയാണ്. കരുവാറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ കള്ളിങ് നടക്കുന്നുണ്ട്. പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ പരിധിയിൽ കോഴി, താറാവ് വ്യാപാരത്തിന് കർശന നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴി, താറാവ്, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ വിൽപ്പന, വിപണനം, ഗതാഗതം, ഉപയോഗം എന്നിവ പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, കായംകുളം, പത്തിയൂർ, പുളിങ്കുന്ന്, തലവടി, പാണാവൂർ, എടത്വ, തകഴി, ആറാട്ടുപുഴ, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി, മാവേലിക്കര മുനിസിപ്പാലിറ്റി എന്നിവ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിയന്ത്രണങ്ങൾ ബാധകമാണ്. ജില്ലയിലെ ചില പ്രദേശങ്ങളിലെ കോഴി, താറാവ് വളർത്തൽ കേന്ദ്രങ്ങളിൽ അസാധാരണമായ മരണവും രോഗലക്ഷണങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് H5N1 വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് രോഗവ്യാപനം തടയുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ പരിധിയിലുള്ള ഇൻഫെക്റ്റഡ് സോൺ പ്രദേശങ്ങളിൽ 3 മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധിത മേഖലകളിൽ കർശന പരിശോധനയും നിരീക്ഷണവും നടത്താൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരോധന നടപടികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, പോലീസ്, റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവ സംയുക്തമായി പരിശോധനയും മേൽനോട്ടവും ശക്തമാക്കാനും തീരുമാനിച്ചു. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. പക്ഷിപ്പനി മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി
നിർമ്മല സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് യോഗം. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുക്കും. ഈ മാസം 28 മുതൽ ഏപ്രിൽ 2 വരെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഈ മാസം 29 സാമ്പത്തിക സർവേ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ഇരുസഭകളിലും അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നതിനാൽ സംസ്ഥാനങ്ങളേറെ ആകാംക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷകളിൽ കുട്ടികളിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായി രക്ഷിതാക്കൾ. ക്രിസ്മസിന് മുമ്പായി നടന്ന പരീക്ഷയിൽ +2 മാത്സ് പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ കുട്ടികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ തവണ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളിൽ പലർക്കും നിസ്സാര മാർക്കുകളാണ് ലഭിച്ചത്. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണോ ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്ന് വ്യക്തമാക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്തവണത്തെ സയൻസ് മാത്സ്, കൊമേഴ്സ് മാത്സ് പരീക്ഷാ പേപ്പറുകളാണ് വിദ്യാർത്ഥികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ഉത്തരങ്ങൾ അറിയാമായിരുന്നെങ്കിലും ചോദ്യങ്ങൾ വ്യക്തമാകാതിരുന്നതിനാൽ കുട്ടികൾക്ക് കൃത്യമായി ഉത്തരമെഴുതാൻ കഴിഞ്ഞില്ലെന്ന് എറണാകുളത്തെ വിവിധ സ്കൂളുകളിലെ PTA പ്രസിഡന്റുമാർ ആരോപിച്ചു. ഇത്തവണ നടന്ന പരീക്ഷയിൽ യഥാർത്ഥത്തിൽ നടന്നത് കുട്ടികൾക്ക് ഉത്തരം അറിയാമായിരുന്നു, പക്ഷേ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് വലിയ പ്രശ്നം കുട്ടികളിലുണ്ടാവുന്നു. കേരളമെമ്പാടും 10,000-കണക്കിന് കുട്ടികളാണ് ഇത്തവണ മാത്സിന് തോറ്റിട്ടുള്ളത്. നിലവിലെ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിന് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനൊരു ബ്ലൂ പ്രിൻ്റ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത്തവണ ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അധികാരികൾ അത് കൃത്യമായിട്ട് പൊതുസമൂഹത്തിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. ഇത്തവണയും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അധികൃതർ വ്യക്തമാക്കണം. +2 അവസാന പരീക്ഷയ്ക്ക് 1 മാസം മാത്രം ബാക്കി നിൽക്കെയുണ്ടായ പരാജയം കുട്ടികളിൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമായെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. റിസൾട്ട് വന്നതിന് ശേഷം വളരെ പാനിക്കാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളും കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്നില്ല. റിസൾട്ട് വളരെ മോശമാണ്. നന്നായിട്ട് പഠിക്കുന്നതാണ് എൻ്റെ മോള്. അവൾക്ക് 10 മാർക്കാണ് കിട്ടിയേക്കുന്നത്. രാപ്പകലില്ലാതെ ഇരുന്ന് പഠിക്കുന്ന കുട്ടി, നല്ല മാർക്ക് കിട്ടിയ കുട്ടി 10 മാർക്കും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിസ്സുമാരുടെ അടുത്ത് മിസ്സിനെ ഒരു പാരന്റ് വിളിച്ചിട്ട് മിസ്സ് ഫോൺ എടുക്കുന്നില്ല. മിസ്സുമാർക്കും ഒന്നും പറയാനില്ല കുട്ടികളോട്. ആദ്യ വർഷത്തെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളാണ് ഇപ്പോൾ നിസ്സാര മാർക്കുകൾ നേടിയിരിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പുതിയ പരീക്ഷണങ്ങളാണ് ഇതിന് ഇടവരുത്തിയതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഫസ്റ്റ് ഇയർ മാത്സ് എക്സാമിന് ആൾ ഫുൾ മാർക്ക് മേടിച്ച ഒരാളാണ്. ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ ഈ ജസ്റ്റ് പാസിനടുത്തുള്ളൊരു മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ മാനസികമായിട്ട് തളർന്ന നിലയിലാണ് ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പുള്ളി ഈ പറഞ്ഞ രാപകൽ പഠിക്കുന്ന രീതിയിലുള്ളൊരു കുട്ടിയാണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും ഫൈനൽ എക്സാമിനൊപ്പം നടത്തുന്നത് കുട്ടികളിൽ അമിതഭാരമാണ് ഉണ്ടാക്കുന്നത്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് പുനഃപരിശോധന നടത്തണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇന്ന് നേരിയ കുറവുണ്ടായി. രാവിലെ 11 മണി വരെ 35,500 പേരാണ് ദർശനം നടത്തിയത്. അതേസമയം മകരവിളക്കിന് 4 ദിവസം ശേഷിക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മകരവിളക്ക് ദിനമായ 14-ാം തീയതി 30,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിങ്ങിന് അനുമതി നൽകിയിട്ടുള്ളത്. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മകരവിളക്കിന് 4 ദിവസം കൂടി ശേഷിക്കുന്നതിനാൽ തന്നെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുതിയ പോലീസിന്റെ സേന ചുമതലയേൽക്കുകയും ചെയ്തു. ഏകദേശം 1,600ഓളം പേരുടെ പോലീസ് സേനയാണ് ചുമതലയേറ്റിരിക്കുന്നത്. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഓഫീസറായി അദ്ദേഹമാണ് നിയമിതനായിരിക്കുന്നത്. ശബരിമല മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കടക്കം ഈ പോലീസുകാരായിരിക്കും നിയന്ത്രിക്കുക. പോലീസുകാർക്കൊപ്പം ഏകദേശം 1,600ഓളം പോലീസുകാരെയാണ് നിലവിൽ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. വിളക്ക് ആകുമ്പോഴേക്കും 400 അധിക പോലീസുകാരെ കൂടി വിന്യസിച്ചുകൊണ്ട് കർശന സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ശബരിമലയിൽ ഒരുക്കുക എന്നതാണ് നേരത്തെ തന്നെ SO അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് മകരവിളക്കിന് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വെർച്വൽ ക്യൂ വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 30,000-ഓളം അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കുക. സ്പോട്ട് ബുക്കിങ്ങിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ മറ്റ് അയ്യപ്പ ഭക്തരുണ്ട്. നിലവിൽ ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ, ഇനി വരുന്ന ദിവസങ്ങൾ ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ ഒരു പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരടക്കം അവർ ശബരിമലയിലെ മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രം തിരികെ മടങ്ങുന്ന കണക്കുകൂട്ടലുകളുമായി എത്തുന്ന ആളുകളാണ്. തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമലയിൽ ദർശനത്തിനായി വൻ തിരക്ക് ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നേരിയ കുറവാണ് അനുഭവപ്പെടുന്നത്. കായിക വാർത്തകളിലേക്ക്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങളാണ്. വൈകിട്ട് 3 മണി മുതൽ ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ UP വാരിയേഴ്സ് ഗുജറാത്ത് ജെയിൻസിനെ നേരിടും. 7:30 മുതലുള്ള 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുക. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.